ആ ചെക്ക അല്ലെങ്കിൽ തന്നെ പണിയില്ല കൊടുക്കും അത്തം ചിരിക്കല്ലേ എല്ലപ്പോഴും കിട്ടുന്ന പണിയാണ് അതുകൂടി. ശരി, ഇവിടെ വന്നിരിക്കണ പോയില്ലേ? ഇന്ന് പണിയില്ല, നാളെ പോണം. നാളെ എവിടെ പോണം? നാളെ പണിക്ക് പോണം. നാളെ ഞാൻ തൃശ്ശൂര് പോവാന്ന് ഏറ്റേക്കണത്. തൃശ്ശൂര് കേട്ടിട്ടില്ല? തൃശ്ശൂര് ആ രാജേഷിന്റെ വീടിന്റെ സ്ഥാനം കാണാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടാ? അത് നാളെ അടുത്ത മാസമല്ലേ? നാളെയാണ് 18-ാം തീയതി. 100 വട്ടം ഞാൻ പറഞ്ഞാണുള്ളത്. ഓനക്ക് എന്നാവോ ഓർമ്മ ഉണ്ടാവില്ല. അജ്ജക്ക് അത് ആരെ ഏൽപ്പിക്കണേ? എന്തോരം പാടുപെട്ടാണ് ഞാൻ ഇവനെ തിരികെ കയറ്റി ആ കാര്യത്തിൽ. അവർക്ക് പണിക്ക് പോകാൻ താല്പര്യം വേണ്ടേ? നാളെ ഞാൻ പണിക്ക് ചെല്ലാന്ന് പറഞ്ഞോ. എവിടെ കളിക്കാൻ നിക്കല്ലേ? അതെ, രാവിലെ പോണം. ഞാൻ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ കുന്നംകോലത്ത് എന്ത് പറയും? ആ കുന്നംകോലത്ത് എന്തെങ്കിലും പറഞ്ഞു. ആളെ തൃശ്ശൂര് കൊണ്ടുവരണം. തൃശ്ശൂർ എവിടെയാണ്? കയ്പമംഗലത്തിനടുത്താണ്. ആ വലിയ പാർട്ടിയാണ്. എന്തെങ്കിലും തടയുകയും ചെയ്യും. അത് ശരി. നിങ്ങൾ രണ്ടാളും പോകുന്നുണ്ടോ? രണ്ടാളും ഉണ്ട്. ഞാനും വരാടാ. എന്തിന്? അല്ല ഞാനും നീ എന്റെ കൂടെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നവും. എന്തിന് വേണ്ടത് പഠിക്കുന്നത് കണ്ടോ? ഇല്ലടോ ചങ്ങായി, ആ ഒരു കുഴപ്പമില്ല. ഞാൻ തൃശ്ശൂരേക്ക് കാഴ്ച ബംഗ്ലാവിലൊന്ന് കയറണം. അതാണ്. കാഴ്ച ബംഗ്ലാവ് കണ്ടിട്ടില്ല നീ? കണ്ടിട്ട് അവിടെ ഇപ്പൊ ഹിപ്പോപ്പൊട്ടാമസ് വന്നിട്ടുണ്ട് ഇത്രേ. ഞാൻ എന്നെ കണ്ടിട്ടില്ലേ? ഓള് ഇടക്കിടക്ക് എന്നെ വിളിക്കണത് എന്താ സാധനം ഒന്ന് കാണാൻ വേണ്ടിട്ടാ. എന്താണ് കണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ വിളിക്കുന്നത് കറക്റ്റാണ്. എന്താ വരിക്കാ ഏകദേശം എന്തായാലും പോയി കണ്ടു. ഇത്ര ഭംഗിയുള്ള മൃഗങ്ങളുണ്ടോ? പിന്നില്ലേ? അത് ശരി. അതെന്നാ ഞാനും നമ്മൾ ഇന്ന് പോയാല് രാത്രി അവിടെ താമസിച്ച് രാവിലെ സ്ഥാനവും കണ്ട് പിറ്റേ ദിവസം വൈകുന്നേരം എത്തുള്ളൂ. അവധിയിലോ നിങ്ങൾ അതിന് പോകുമ്പോഴത്തെ വിക്ക് കാഴ്ചകളൊക്കെ നടന്ന് കാണുകയും ചെയ്യാലോ. റസിയെ സമ്മതിക്കില്ലാന്ന്. റസിയെ സമ്മതിക്കാൻ ഞാന് എന്താണ് സമ്മതിക്കാണ്ട്? എന്റെ കൂടെ കുത്തിയടിക്കാൻ വേണ്ടി വരുന്നത്? ഞാൻ പണ്ട് കൂടെ കുത്തിയടിക്കാനൊന്നല്ലോ പറഞ്ഞത്. ഞാൻ എന്റെ എന്തെങ്കിലും ഒരു ആവശ്യം പറയണോ? ഇക്കാക്ക പോണ തൃശ്ശൂർ പോണ തൃശ്ശൂർ പോണ ആർക്ക് തൃശ്ശൂർ പോണ? ഒരു ഐഡിയ ഉണ്ട്. തൃശ്ശൂർ ഒരു കൈലിക്കട കാലിയാക്കുന്നുണ്ട് എന്ന് പറയാം. കുറഞ്ഞ പൈസക്ക് ഒരുപാട് കൈലി കിട്ടും. ഇവിടുത്തെ കച്ചവടം ഉഷാറാക്കാന്ന് പറഞ്ഞാല് ഇത്തപ്പെടും. അത് ശരിയാണ്, അത് ശരിയാണ്. ഇവിടുത്തെ ആവശ്യമാന്ന് പറഞ്ഞാൽ ഓള് സമ്മതിക്കും. ഞാൻ പറയില്ല, ഇജ്ജും പറയൂ. റബ്ബേ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഐഡിയ ഇയ്യക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിന്റെ ഉള്ളിൽ ഐഡിയ ഇങ്ങനെ കിടന്ന് പടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഐഡിയ പറയാൻ വേണ്ടിട്ട് വിടുവോ? ആശാൻ എത്ര ഉണ്ട് അറിയാം. ഇതാണ് ഞാൻ ഇവിടെ വന്നിരിക്കാത്ത. വന്നിപ്പോ അവനും ഐഡിയ തുടങ്ങി. എന്റെ പരികുട്ടിയെ അത് വേണോ? വേണം. ആ സാധനത്തിനൊന്ന് കാണണം. മതി എന്റെ ഏട്ടാ. കൊള്ളാം കൊള്ളാം കൊള്ളാം. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു വേഷം ഇട്ട് കാണണമെന്ന് ഞാൻ എത്ര നാളുകൊണ്ട് നിന്നോട് പറയുന്നതാടാ. ഇപ്പൊ അസിൽ ചെല്ലപ്പനാശാരി തന്നെ. ഞാൻ ഷർട്ട് ഇതിലിട്ട് പോയാ മതി എന്റെ അമ്മ. എടാ ചെറുക്ക, അതൊക്കെ ഇവിടെ ഇടുന്നതാണ്. അതായത് പുറത്തോട്ട് പോകുമ്പോഴേ ഇങ്ങനെ തന്നെ പോണം. നിന്നെ കാണും നന്നായിട്ടുണ്ട് അല്ലേ? എടാ നിന്നെ കാണുമ്പോ ആളുകൾ പറയണം എന്തോ ചെല്ലപ്പനാശാരിയുടെ മോൻ വരുന്നതെന്ന്. ഇനി നിങ്ങളോട് രണ്ടാളോടും കൂടെ ഒരു കാര്യം. പിന്നെ പരീക്കുട്ടിയും കൂടെ എന്റെ കൂടെ വരുന്നുണ്ട് തൃശ്ശൂർക്ക് കേട്ടാ. അപ്പൊ എന്റെ കൂടെ പരീക്കുട്ടി വെറുതെ വരികയാണ് എന്നുള്ള കാര്യം ഇനി അവിടെ പോയിട്ട് പറയണ്ട. അപ്പൊ റസീയുടെ അടുത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാല് കുറ്റിയടിക്കാനല്ലാന്ന് പറയട്ടെ. ഞാന് റസീയുടെ അടുത്ത് പുള്ളി പറഞ്ഞിട്ടുള്ളത് അവിടെ കുറെ സാധനങ്ങൾ, ഈ തുണികൾ, കൈലികളൊക്കെ കിട്ടും. അപ്പൊ അത് അവിടുന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ തലയണ കവറൊക്കെ ആക്കിയിട്ട് വിൽക്കാന്നാ പറഞ്ഞത്. അങ്ങനെയാണ് പറയണത് കേട്ടാ. അപ്പൊ അല്ലാതെ ഇനി എന്റെ കൂടെ കുറ്റിയടിക്കാൻ വേണ്ടി വന്നതാണെന്ന് അറിഞ്ഞു കഴിയുമ്പോ അവൾക്ക് വെറുതെ കുരുപോട്ടാൻ നിൽക്കും. അതിന്റെ കാര്യമില്ലല്ലോ. അപ്പൊ റസി എടുത്ത് പറയണം ഞാൻ പിന്നെ പരീക്കുട്ടി കയ്യലി അടിക്കാം. നിങ്ങൾ അത് അങ്ങോട്ട് ചെന്ന് പറയണ്ട. ഇനി എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ കയ്യിലെടുക്കാൻ പോയതല്ലേ എന്ന് പറഞ്ഞാ മതി. നിങ്ങളിപ്പോ രണ്ടുപേരും കൂടെ എവിടെയാ പോണത്? എന്റെ അമ്മ, ഞാൻ പോകുന്നത് സ്ഥാനം കാണാൻ തന്നെ. പിന്നെ തുണി എടുക്കാനാണ് അവൻ വരുന്നത് അവിടെ പറഞ്ഞിട്ടുള്ളതാണ് റസീയുടെ അടുത്ത്. കള്ളം. സ്ഥാനം നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പോണത്. എന്റെ കൂടെ അവൻ വരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോ അവനും കൂടെ വരുമ്പോ അത് എനിക്കൊരു തുണയല്ലേ? അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ തന്നെ പറയാം. അമ്മ ഒന്നും പറയണ്ട. ചോദിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞാ മതി, അല്ലാതെ അങ്ങോട്ട് കയറി. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആദ്യം അങ്ങോട്ട് ചെന്ന് പറയണം. എന്താണത്? നോക്കി നടക്കണ്ടേ മോനെ? ദൈവമേ, അതെങ്ങാനും കാലി പൊത്തി കയറി. എന്തോന്ന് ഇത്? എന്തോ
എടാ അപ്പൊ നോക്കി നടന്നോടെ നിനക്ക്. അച്ഛനെ പുതിയ ഡ്രസ് ഇട്ടങ്ങടാ. എന്ത് പുതിയ ഡ്രസ് ഇട്ടങ്ങടാ? പുതിയ ഡ്രസ് ഇട്ട് ഞാൻ തൃശ്ശൂർക്ക്. തൃശ്ശൂർക്ക് എന്തിനാണ് പോണ്? എന്തിനാണ് പോണത് തൃശ്ശൂർക്ക്? ആ സ്ഥാനം നോക്കാൻ പോണു. സ്ഥാനം നോക്കാൻ വേണ്ടിട്ട് പോണു. പണിക്ക് പോടാ. ആശാരിയുടെ മോനാണ്. സ്ഥാനം എന്താന്ന് അറിയില്ല. ഒന്നും ഇല്ലടാ. നിനക്ക് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ എന്താ കൊണ്ടുവരണ്ടെന്ന് പറ. മിഠായി 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 കൊണ്ടുവരില്ല, പല്ല് പുഴുക്കും. ഷർട്ട് കൊണ്ടോ? ആ എന്തായാലും കൊണ്ടുവരാം. പിന്നെ ബ്രഷൊക്കെ ഇതിൽ വെച്ചാ? എല്ലാം വെച്ചിട്ടുണ്ട്. എണ്ണ വെച്ചിട്ടുണ്ടോ? ആ എണ്ണ വെച്ചിട്ടുണ്ട്. വേറെ നീ എന്താ ഉള്ളത്? വേറെ ഒന്നുമില്ലല്ലോ. എല്ലാം വെച്ചിട്ടുണ്ട് ചേട്ടാ. ആ ഇതെന്ത് കൂന്താണ്? കിട്ടിയാണച്ചാ? എന്നാ ശരി, എന്നാ ശരി കേട്ടാ. ശരി അമ്മ. ആ ശരി കേട്ടാ. പയ്യനോടെ സോഡയും വെള്ളവും കൊണ്ടുവരാൻ പറഞ്ഞു. ഈ പിശാചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്കുമോ? കുഴപ്പമൊന്നുമില്ല. രാവിലെ പോണോട്ടാ. രാവിലെ എഴുന്നേറ്റ് പോണോ? എല്ലാം കൂടി കഴിക്കാൻ നിൽക്കണോ? അല്ലേ അല്ല ഏതായാലും നല്ലൊരു കാര്യത്തിന് രാവിലെ ഇറങ്ങണ്ടല്ലേ, നേരം വൈകിയാലോ? നേരം വൈകാൻ പാടില്ല, രാഹുലത്തിന് മുമ്പ് ചെയ്യണം. നിങ്ങളിപ്പോ തന്നെ തുടങ്ങിയോ? അല്ല ഞാൻ ഇപ്പൊ വേണോ വേണ്ടേന്ന് ആലോചിക്കണേ. വേണ്ട പറയാൻ നിൽക്കാണ്. അതിന് ഞാനും പറഞ്ഞു വേണ്ട ചങ്ങായിയോളെ നാളെ വെച്ചാൽ നമുക്ക് നാളെ വന്നിട്ട് അടിക്കാം. അതല്ലേ നല്ലൊരു കാര്യം ചെയ്യാലോ, ഓരോന്ന് അടിക്കല്ലേ? ഓരോന്ന് കഴിച്ചാലോ? അല്ല ഇപ്പൊ ഞാൻ നിർബന്ധിച്ചിട്ടാ നിങ്ങൾ കഴിക്കണേ? അല്ല പറയാ എന്നാ ഓരോന്ന് കഴിച്ചാണ്ട് കിടക്കും അല്ലേ? ഞാൻ കിടക്കാൻ നോക്കട്ടോ. എന്നാ കിടന്നോന്നാ. തുറന്നോ? ആ ഓടിയോ മോനെ, ഓടിയോ ഓടിയോ. എല്ലാം കിട്ടിയാ? ബീഫ് കിട്ടിയില്ല. ആ കിട്ടിയ എന്തേലും മതി. വെള്ളം. ആ ബാത്റൂം ഒന്നും തന്നെയല്ല കേട്ടോ മോനെ. അത് പണിക്കാർ 2 ദിവസം ലീവാണ്. കുഴപ്പമില്ല. ബാക്കി വെച്ചോട്ടോ. ബാക്കി വെച്ചോ. ബാക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കാം. അതെ ഇതാ നിങ്ങള് പോകുമ്പോ ഞാനങ്ങോട്ട് കൂട്ടോ. ഞാൻ കാഴ്ചകളെ അവർക്ക് കൂട്ടോ. നീ ഇവിടെ വാ. കൊറേശ്ശെ വെച്ചാ എങ്ങനെയോടെ കൊറേശ്ശെ ഒരു ഉറക്കം കിട്ടാൻ മാത്രമായിരിക്കും ഇത്രയും യാത്ര ചെയ്തപ്പോ ചെറിയൊരു നിരൂപിച്ചു. ഞാനും ഇവിടെ മാതിരി യാത്ര ചെയ്ത ആളന്നല്ലേ. ഞാൻ കിടക്കണ ഒച്ച വേണമെന്നും ഉണ്ടാക്കരുതിട്ടോ. എന്താ കഴിക്കാത്ത? എന്തോ വയറിനൊരു ഏനക്കേട് പോലെ, ഒരു രുചിയും തോന്നിക്കുന്നില്ല. അവനെ വിളിച്ചായിരുന്നാ? ആ ഞാൻ വിളിച്ചായിരുന്നു. ഏട്ടൻ അവിടെ എത്തി. ഒരു കുഴപ്പമില്ല. ഓ എത്തിയില്ലേ ആർക്കറിയാം. എവിടെ കിടക്കുന്നോ, അവരൊന്നും കഴിച്ചോ കുളിച്ചോ ആർക്കറിയാം. നീ ആ രസ്യം ഒന്ന് വിളിച്ച. എന്റെ അമ്മേ, ഏട്ടൻ കുട്ടിയാണോ? അവരൊരു കാര്യത്തിന് പോയി. ആ കാര്യം നടത്തിയിട്ട് അവര് സന്തോഷമായിട്ട് തിരിച്ചു വരും. അത് ഓർത്തിട്ട് അമ്മ ഇവിടെ ഇരുന്ന് കഴിക്കാതെ ഗ്യാസും കയറ്റി രാത്രി നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ഉറക്കം പോയി കിട്ടും. അത് തന്നെ ഗുണം. കഴിക്കണ്ടേ അമ്മേ? അല്ല ഇത് ഇന്ന് ആ മുട്ടയും പുട്ടും കഴിച്ചതിൻ്റെതാണോ എന്തോന്ന് എനിക്കറിയാൻ വയ്യ. ഒരു വല്ലാത്തതാണ്. എനിക്ക് കിട്ടിയില്ലല്ലോ. അത് ഇന്നലെ ആയിരുന്നു അച്ഛമ്മ. ഇന്ന് കിഴങ്ങറിയും ഇടിയപ്പായിരുന്നു. ആ അത് ശരിയാ. ചിലപ്പോ ആ കിഴങ്ങിൻ്റെതായിരിക്കും. കൊച്ചിനൊക്കെ കൊടുക്കും അങ്ങോട്ട്. ഓരോരുത്തരുടെ വീട്ടിലെ അച്ഛന്മാരൊക്കെ പോകുമ്പോ പത്തിരിയും ചിക്കനാണ് കൊടുക്കാറ്. ഇവിടെ മാത്രം കഞ്ഞിയും അച്ചാറും. അതിനെന്ത് നിനക്കെങ്ങനെ അറിയാം? നീ എവിടെ പോയി കഴിച്ച്? ഞാൻ കഴിച്ചു. എവിടെന്ന്? രസിത്തോടെ വീട്ടിന്ന്. നീ അവിടെ നിന്നും കഴിച്ചാ? എന്നിട്ടാണ് ഇവിടെ വന്നിരുന്ന് കഞ്ഞി കുടിക്കണേ വയറൻ. എടാ നീ കഴിക്കുന്നൊക്കെ എവിടേക്കാണ് പോണത്? അച്ഛൻ പോയ വിഷമത്തിന് ഞാൻ ക്ഷീണിച്ചോ. പാവം. അവന്റെ ഒരു കാര്യം അസൽ ചെല്ലപ്പണ്ണൻ തന്നെ നീ കേട്ടണ. കഴിക്കേ കഴിക്കേ മക്കളെ കഴിക്കേ. വാസുട്ടി 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 എടേ ഒന്ന് എഴുന്നേറ്റ് കുളിക്കടാ, അവിടെ സമയമായി. നീ എന്ത് കളിയായി കളിക്കണ? രാഹുകാലത്തിന് മുമ്പ് അവിടെ എത്തണ്ടേ? നീ അത് മുഴുവൻ എടുത്ത് കുടിച്ചാ ഇന്നലെ രാത്രി?
പരീക്ക് ഇത് എഴുന്നേക്കണല്ലോട്ടാ. ഇത് എപ്പോ തുടങ്ങിയ മണിക്കൂറായാലും വിളിക്കാൻ വേണ്ടിട്ട് എണീക്കടാ, മാനം പോവും എന്റെ പറയണ കേക്ക്. രാജേഷിന്റെ കുറ്റി അടിച്ചു കൊടുക്കണ്ടേ? എന്തിനാണ് ഇവൻ വന്നേക്കണേന്ന് വല്ല ഓർമ്മയുണ്ട? കള്ളു കുടിക്കാൻ വന്നല്ല, പണിയുണ്ട്. മണിക്കൂറാണ് വിളിക്കാൻ തുടങ്ങിയിട്ട്. എന്താ എനിക്ക് പണിക്ക് വന്നല്ലേ? ആ ചെക്ക അഡ്വാൻസ് മേടിച്ചിട്ട് എനിക്ക് നാളെ വട്ടം കളിക്കാൻ ഇതെച്ചാണ്. എന്തിനാണ് ഈ ജാതി സാധനങ്ങളായിട്ട് നടക്കണത്? എന്തിനാ അവനക്ക് ഈ പണി വെച്ചോട്ട് മാനസിനെ മക്കളാക്കാനായിട്ട്? ആരെ മണിക്കൂർ നേരം ഇപ്പൊ അവനെ വിളിക്കണേ? ചതിക്കല്ലേ? എന്താ കളിക്കാക്കണേ? എന്റെ കണ്ണുമത് ആരാ നമ്മളൊന്നും മനസ്സിലായിട്ടില്ല അവനക്ക്. കണ്ണുമതിരിക്കണ നോക്ക്. ഇത് ശരിയാവില്ലേട്ടാ. ഞാൻ എന്റെ കണ്ണും വന്ന് നോക്ക്. ഏതിച്ചിപ്പോ കൊണ്ടായിണ്ടെങ്കിൽ അവരെ അടിച്ചു വാങ്ങും. ഓനെ കൊണ്ടിച്ച് പോയി അടി ഉറപ്പാണ്. നടക്കൂല. അല്ല ഇതാരപ്പ ഇത് മുഴുവനാക്കിയത്? അത് രാത്രി എണീറ്റ് അടിച്ചിട്ടുണ്ടാവൻ. അല്ലെങ്കിൽ ഇത് പകുതിയോളം നിങ്ങൾ കഴിച്ചു വെച്ചല്ലേ എന്നല്ലേ? നന്നായിണ്ട്. അപ്പൊ ഇനി നോക്കണ്ട, ഇന്ന് ഓനെ എണീക്കൂല. സൂട്ടി നീ എഴുന്നേക്കണ്ട. അവിടെ 8 മണിക്ക് ചെല്ലണം. അവിടെ 8 മണിക്ക് അവിടെ ഇതൊന്നും നടക്കില്ല. വരിക, ഒന്ന് എന്നെ സഹായിക്കാൻ പറ്റൂ? അതെന്ത് സഹായിക്കുന്നേ? വരിക, ഇന്ന് വരെ ഞാൻ ഒരാളോട് വാക്ക് പറഞ്ഞിട്ട് എനിക്ക് തെറ്റിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഈ ഒരുത്തന്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ അവനോട് അഡ്വാൻസ് മേടിച്ച. അവനവിടെ മേസരീനെ പണിക്കാരെല്ലാവരെയും നിർത്തിയിട്ട് രാവുകാലം കഴിയുമ്പോൾ ചെല്ലാൻ വണ്ടി വിട്ടേക്കാണ്. വേറെ നാട്ടിൽ കിടന്ന് തല്ലുകൊള്ളേണ്ടി വരും. കരഞ്ഞിട്ടെന്താ കാര്യം ചോദിച്ചു? ഞാൻ എന്ത് കാട്ടു? ഞാൻ പന്ന എന്ത് സഹായിക്കുന്നു പറഞ്ഞേ? നമുക്ക് രണ്ടുപേരും കൂടി വന്ന് കുറ്റി അടിച്ചാല? ഞാൻ വലിയ കുറ്റടിക്കാനോ? എന്റെ വേലിക്കും കൂടി ഒരു കുറ്റടിക്കാത്ത ആളാണ് ഞാൻ. എന്റെ ജോസൈറ്റ് വെറുതെ മനസ്സിലാണ് കറാക്കല്ലേ? വരിക, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ അവൻ്റെ കൂടെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ളതാണ്. അവിടുത്തെ മേസരി ഉണ്ടാവും, അയാളെല്ലാ കാര്യങ്ങളും ചെയ്തോളും. നമ്മ അത് ഇത് ചെയ്യുന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. എനിക്കതിനൊന്നും പറയാൻ കിട്ടൂലോ. ഇതിലേ അവന്റെ ബാഗിൽ ബുക്കുണ്ട്, അതിന്റെ ശാസ്ത്രത്തിന്റെ. അതും ഒന്ന് വായിക്കാൻ, ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, യൂട്യൂബിലും കാണിച്ചു തരാം. ഇക്ക അതൊന്ന് പഠിച്ചിട്ട് വെറുതെ ഒരാളായിട്ടൊന്ന് നിന്ന് തന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ഇവര് പറഞ്ഞ ഒരു ജാതി ഭാഷ എനിക്കറിയൂല. വല്ല ഖുറാനിലുള്ള എന്തിലൊക്കെ വെച്ചാൽ വേണമെങ്കിൽ 1-2 പറയാന്നല്ലാണ്ട് ഇതൊന്നും കിട്ടൂല. അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ നിക്കുക, ആ ദക്ഷിണ വരുമ്പോ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. അനക്ക് ഇതൊന്നും പറയാൻ കിട്ടുമോ? പിന്നെ എനിക്കറിയാല്ല. പിന്നെ പരീക്ഷയുടെ ഭാഷ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഭാഷ പറഞ്ഞാല് ഈ മുസ്ലിം ഭാഷ അധികം കയറി വരാതെ ഒരു ആചാര്യൊക്കെ പറഞ്ഞ പോലത്തെ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പൊ പറയണത് മുസ്ലിം ഭാഷയാണ്. അങ്ങനെ ഇല്ല, ഒരു ചെറിയൊരു ലാഞ്ചന ഉണ്ട്, അതിന്റെയാണ്. ഇപ്പൊ പറഞ്ഞ കുഴപ്പമുണ്ടോ? ഇതാ കുഴപ്പം. കുഴപ്പമല്ല, കുഴപ്പമെന്ന് പറയണം. ആകെ കുഴപ്പമാവില്ല, കുഴപ്പമാവില്ല പഠിച്ചോനെ. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും അപശബ്ദം, എന്തെങ്കിലും പറ്റാത്ത ഇക്ക പറയണമെങ്കിൽ ഞാൻ കേൾപ്പിക്കും. അപ്പൊ അതങ്ങടെ ഉരുണ്ട് അതങ്ങാട് വിഴുങ്ങി കളഞ്ഞേക്കണം. ഒന്നും ഇനി ചെയ്യാൻ പറ്റൂല അല്ലേ? കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. നടക്കൂല, ഒരു പണി ചെയ്യാം. ഞാൻ എങ്ങനെ ഞാനിത് ഇല്ലേ ഇവര് എന്തൊക്കെ ഒരു ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാ. പരീക്ഷ ഐശ്വര്യമായിട്ട് ഇതൊന്നിട്. കുളിച്ചതല്ലേ? ഐശ്വര്യമായിട്ട് ഇതിട്. ബാക്കിയൊക്കെ ഞാൻ പറയണ പോലെ ചെയ്താൽ മതി. ഇത് ഞാൻ പറഞ്ഞ എനിക്ക് തരാ. അത് ഇടൊന്ന് പരിഹരിക്ക. കിട്ടും. റബ്ബെ കുടുങ്ങിയല്ലോ. അതെ, എന്തെങ്കിലും ഇത് പറ്റില്ല ഞാൻ ഓടൂട്ടാ. ഒന്നും പറ്റൂല പരീക്ഷ. ഇത് ഒരുപാട് ചെയ്തിട്ടുള്ളതല്ലേ പരീക്ഷ. അത് ഇട് ഒന്ന് ഇട്ടുകൊണ്ട് വന്നേ. ഞാനൊന്ന് ഡ്രസ് ചെയ്യട്ടെ. 1 അമ്മേ, 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 1
അയ്യോ എന്ത് മോളെ? വാസുട്ടേട്ടൻ വിളിച്ചാ? അത് എന്നെ വിളിച്ചില്ല, അവളെ വിളിച്ച് എന്തൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ട്. ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. ആരെ? ഇക്കാന. അത് നമുക്ക് തൃശ്ശൂർ പോയിരിക്കുന്നല്ലോ, ചിലപ്പോൾ റേഞ്ച് കാണത്തില്ല. അതിപ്പോ അവര് അവിടെ പോയി സ്ഥാനമൊക്കെ നോക്കി ഇങ്ങനെ വരുമായിരിക്കും രാഹുകാലത്തിന് മുമ്പ്. താനോ? അല്ല, അത് ഈ കയലിയൊക്കെ വാങ്ങിക്കണ്ടേ, അപ്പൊ ഈ ലാഭമുള്ള കച്ചവടമല്ലേ, അപ്പൊ ഈ രാഹുകാലത്തിന് മുമ്പ് ഞെത്തി വേണ്ടേ, അപ്പൊ ആ സ്ഥാനമൊക്കെ നോക്കി കയലി എവിടെയാണെന്നൊക്കെ അറിയണ്ടേ, അതിന്റെ സ്ഥാനമൊക്കെ നോക്കിയിട്ട് അവരിങ്ങ് വരും. മോള് വിഷമിക്കണ്ട. രാഹുവാണോ? ആ അയ്യോ, നല്ല ലാഭമുള്ള കച്ചവടമല്ലേ, അപ്പൊ രാഹുകാലം നോക്കണ്ടേ. ആ അയ്യേ, മോള് വിഷമിക്കണ്ട. മോള് വല്ലതും കഴിച്ചായിരുന്നാ? ഇല്ല. എന്നാ പിന്നെ കഴിക്കാൻ വരുന്നാ? ഇല്ല, ഞാൻ അയ്യോ വിഷമിക്കണ്ട. എന്തിനാ ഇങ്ങനെ മുഖം വല്ലാതിരിക്കുന്നത്? സന്തോഷത്തോടെ പോവാലും. മക്കള് പോ. ആ കുറ്റിയൊക്കെ എടുത്ത് വിളക്കിന്റെ കൊണ്ട്. നമ്മുടെ ജോസൂട്ടിയെയും ആ ആശാനൊന്നും കാണുന്നില്ല. അവരിപ്പോ വരും. ആശാരി ഒരു കാര്യം പറഞ്ഞാൽ അത് അച്ചട്ടാണ്. ഇതാണോ? അതെ അതെ. ആശാനെ, ഇതാണ് രാജേഷ്. ആ രാജേഷ്. രാജേഷിന്റെ വീടാണ് പണിയണത്. അതെ, നന്നായി. അപ്പൊ നിങ്ങൾ തന്നെ വേണോന്ന് രാജേഷ് നിർബന്ധം. സമയമില്ലാത്ത സമയത്ത് ഞാൻ ചെയ്ത് കൊണ്ടുവന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഇല്ല, അത് പ്രധാന മേസ്ത്രി, ദാമോദരനാണ് പേര്. അത് മെയ്സൻ. ശരി. നിങ്ങളുടെ വീടടി? വീട് എവിടെ? അടുത്ത് തന്നെ, അടുത്ത്. അപ്പൊ നമുക്ക് നോക്കട്ടെ. എന്താ എല്ലാവർക്കും കൊടുക്കണത്? എല്ലാവർക്കും കൊടുക്കുക. ഒരു എല്ലാവരുടെയും വിശപ്പ് തീരട്ടെ. ഭൂമിയിലെ എല്ലാവരുടെയും വിശപ്പ് തീരട്ടെ. എല്ലാ ജീവജാലങ്ങളുടെയും വിശപ്പ് തീരട്ടെ. എല്ലാവരും കഴിച്ചോളൂ. ഒരു കഷ്ണങ്ങളും കഴിച്ചോളൂ. കുറച്ച് എറിഞ്ഞു കളഞ്ഞു. അതെ അതെ, എറിഞ്ഞു കളഞ്ഞോട്ടെ. അപ്പൊ വേറെ തുടങ്ങല്ലേ? തുടങ്ങല്ലേ? അല്ല, നമുക്ക് ഈ രാഹുകാലത്തിന് പാടുണ്ടോ? രാഹുകാലത്തിന് പാടുണ്ടോ? എന്താ ഈ ചോദിക്കണേ? രാഹുകാലത്തിന് പാടില്ല. രാഹുകാലത്തിന് പാടില്ല എന്നൊന്ന് ഗ്രഹിക്കുന്ന നേരത്തെ ശ്രദ്ധ കളയണം. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് രാഹുകാലം. ചെയ്താൽ മതിയല്ലോ, അതാണല്ലോ നമ്മൾ നിശ്ചയിച്ചത്. അപ്പൊ ഒന്ന് ആരംഭിക്കാന്ന് പറയുമ്പോ നമ്മള് ഗണപതി ഭഗവാനെ മനസ്സിൽ, ആരംഭത്തിന്റെ ഭഗവാൻ ഗണപതിയാണെന്ന് അറിയാലോ. ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം നമുക്ക്. അച്ഛനെ അമ്മനെയൊക്കെ മനസ്സിൽ ധ്യാനിക്കുക. ഗജാനനം ഭൂതഗണാതിസേവിതം എന്നുള്ള അതിന്റെ തുടക്കം ഒരു പറഞ്ഞാണ്. അപ്പൊ വിളക്ക് കത്തിക്കണം. ഒരു വിഘ്നങ്ങളും വരാതെ, വിഘ്നങ്ങളൊന്നും വരാതെ അല്ലെ? അതെ. എന്തിനല്ലേ ചോദിക്കണേ? അറിയാലോ. നല്ല ഭംഗിയായിട്ട് നടക്കാം. എന്താ കത്തണില്ലേ? കാറ്റ് ഒന്ന് മറച്ചു പിടിച്ചാ മതി. വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. വെറ്റിൽ അടക്കി എടുത്ത് രാജേഷിന്റെ കൈ കൊടുക്കുക. അതിൽ 8, 10, 2000 നോട്ട് ഇഷ്ടം പോലെ വെക്കുക. അതെ, എനിക്ക് പിന്നെ ഇവിടെ വന്നേ. ഇടക്ക് പറയാനിട്ട് ഭാഷ മാറി പോകുമ്പോ പറയിട്ടോ. ഓർമ്മ വരിക. അതെ, പ്ലാൻ കാണണം. ആയിക്കോട്ടെ, എടുത്തോളൂ. അപ്പൊ ഇങ്ങനെ വരുമ്പോ ആ കുട്ടിയും കുട്ടി എടുത്തോട്ടോ. കയറെടുത്തോ. താഴെ മേശരേ. ഒന്നും വരി. വന്നോളി, വരൂ. ഇവിടെ ഇതിന്റെ പ്രകാരം നമുക്ക് ഇങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് മൂല ഫസ്റ്റ് നമുക്ക് വരുന്നത് കഞ്ഞിമൂലയിലാണല്ലോ വരിക. ഇവിടെ ഏകദേശം ഇവിടെ തരൂ. വരൂ. ദക്ഷിണ അങ്ങോട്ട് കൊടുത്തോളൂ.
എല്ലാം ആ, ആയിക്കോട്ടെ. അടിച്ചോളൂ. കുറ്റി അടിക്കട്ടെ? രാഷിന്റെ കൈ വെച്ച് അടിച്ചോളൂ. ദാ, ഇത് പിടിക്ക്, ഇത് പിടിക്ക്. ഇവിടെ ആ അവിടെ വെച്ചോ, അവിടെ വെച്ചാ വെച്ചോ. വരിക വരിക വരിക. ദൈവമേ, അടക്കേ അടക്കേ. ഇത്രേ ഉള്ളൂ പരിപാടിയില്ലേ? ഇത്ര ഉള്ളൂ. വീരായി. ഇനി ഇദ്ദേഹത്തിന് സമയം ഇല്ലാച്ചാൽ ഈ പരികുട്ടി ആശാരിനാണ് വിളിച്ചോളൂ. എല്ലാം ഭംഗിയാക്കി ചെയ്തുതരാം. ഓ, അത് ചെയ്യാൻ പാടില്ല അല്ല, ശരി. എനിക്കിതൊരു ത്രില്ലായി. ഇല്ല ഇല്ല, ഇത് അവരുടെ വിശ്വാസത്തിന് നമ്മൾ ചൂഷണം ചെയ്തതല്ലേ. നിക്കക്കള്ളിയിലായിട്ട് ചെയ്തു പോയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതെ. ആ എടോ വലിയ കുട്ടിയെ, ഇതെന്ത് പണിയത്? കുറ്റടിക്കാൻ പോകാൻ വേണ്ടി ഞാൻ എടുത്ത വെച്ച ജുബാണിത്. അത് ഇട്ടിട്ട് എന്തിനാ ഈ പോയത്? കുറ്റി അടിക്കാൻ വേണ്ടി വെച്ചല്ലേ? ഞാൻ ഈ ജുബട്ടു കുറ്റി പഠിച്ചു. പിന്നെന്താ കുഴപ്പം? കുറ്റടിക്ക്? അതെ, എനിക്ക് എന്റെ ഇതില് സാധാരണ ഇതില് സംസാരിച്ചു തുടങ്ങി. എന്ത് വേണേലും സംസാരിച്ചു. കുഴപ്പമില്ല. പിന്നെ കാര്യം കഴിഞ്ഞില്ലേ? എടാ കള്ളമായി, എന്താ വിചാരിച്ചത്? എന്താ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചത്? എത്ര നേരം അന്നെ ഈ പണി ഏറ്റെടുത്ത അന്നെ ഞങ്ങൾ എത്ര നേരം ഇവിടെ നിന്ന് വിളിച്ചടാ? ഈ ഓരോ ആനക്കാണെങ്കിയോടാ ഇങ്ങനെയാണ് ഒരു പണി ഏറ്റെടുക്കല്. ഈ പണി ഏറ്റെടുക്കല് ഞങ്ങള് വിളിക്കണ്ടേ? മിണ്ടി കൊടുത്ത വായ അതെ പരിക. എന്നാ 8000 രൂപ അവര് തന്നു. അത്ര ഇടങ്ങളായി. ഞങ്ങള് ഒരു കസർത്ത് കളിച്ചില്ല അച്ചങ്ങി. അന്നെ കൂടി കൊന്നിരുന്നവര് വന്നിട്ട് അയച്ചു മനസ്സിലായിക്കോ. അപ്പൊ കുറ്റടിച്ചോ? ഇന്നെന്താ കുറ്റി അടിക്കാണ്ട്? ഇതെന്താ വിചാരിച്ചില്ലെങ്കിൽ ആര് നടക്കില്ല എന്ന് വിചാരിച്ചോ? ഞങ്ങൾ പോയി കാര്യം നടത്തിയിട്ടാണ്. ഇതാ അതിനുള്ള കായും കിട്ടി. ഇതാ 8000 ഉറുപ്പ ഇങ്ങോട്ട് എണ്ണി തന്നവര്. അത് മനസ്സിലായിക്കോ. എന്താ തലത്തിരിക്കണേ? എന്ത് ഇന്നത്തെ പിടിച്ചാ എന്റെ കായൊന്നും വേണ്ട ഞങ്ങക്ക്. എന്നെ പിടിച്ചോ. അത് വേണ്ടോ? എന്ത് അപ്പൊ നിങ്ങള് കുറ്റടിച്ചതല്ലേ? പൈസ ഒക്കെ നീ തന്നെ വെച്ചോ? അതൊന്നും വേണ്ട. ഞങ്ങൾക്ക് ആദ്യം കായൊന്നും ചെയ്തല്ല. അതൊക്കെ എന്റെ പേരിൽ ചെയ്ത് തന്നെയാണ്. അത് ഇജ്ജന്നെ വെച്ചാ എനിക്ക് അർഹത വിട്ട തന്നെയാണ്. ഇജ്ജ് പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്ന് നോക്കി അഭിനയിച്ച് പറഞ്ഞെന്നേയുള്ളൂ. അല്ലാണ്ട് എന്റെ കാര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട. അതൊക്കെ ഇജ്ജന്നെ എടുത്തോ. പക്ഷെ മേലില് ഇജ്ജ് അത് പണി ചെയ്തിട്ടോ. ഒരു പണിക്ക് വന്നാൽ അതിനുള്ള ഉത്തരവാദിത്തമാണ് ആദ്യം കാണിക്കേണ്ട. അല്ലെങ്കിൽ വാട്ടീസ് അടിക്കലല്ല. അത് മനസ്സിലായിക്കോ. എന്താ അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ലടോ. ഇത് അടിയുടെ ചിരയുടെ തരികിട മേളപ്പൂര